ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പുറത്ത് മാർക്കറ്റിലേക്ക് ഒന്ന് പോണ്, ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട്. ഭയങ്കര തണുപ്പാണ്, അതുകൊണ്ട് നട്ടുച്ചയ്ക്ക് പോകുന്നത്. അതെ, നട്ടുച്ചയ്ക്ക് പോകണം. ഇന്ന് ഞങ്ങൾക്കൊരു ഹോളിഡേ ഉണ്ട്, അപ്പോൾ ഹോളിഡേയുടെ ദിവസം നോക്കി പോകണം. പിന്നെ ഇന്ന് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ വരാൻ പോകുന്നു. അപ്പോൾ ചേട്ടൻ്റെ വക ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിച്ചിടാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താന്നുള്ളത് പോകുന്ന വഴിക്ക് പറയാന്ന് പറഞ്ഞത്. കൃത്യമായിട്ടൊന്നും സൂചന തന്നിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്താ ചേട്ടൻ വാങ്ങിച്ചു തരാൻ പോണി നോക്കാം. അപ്പോൾ ഞങ്ങൾ അതിനായിട്ട് ഇറങ്ങണം. അപ്പോൾ ഇതെല്ലാം വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. ഇന്നൊട്ടും വെയിലില്ലാത്ത ദിവസമാണ്, ആകെ ഒരു മൂടലൊന്നും. ഇന്ന് സൂര്യനില്ല. സൈഡിൽ മഷ്റൂം വെച്ചേക്കണുണ്ടോ? മഷ്റൂം ഇങ്ങനെ പാക്കറ്റുകളിൽ ഒരു പാക്കറ്റിന് 30 രൂപ. അപ്പം അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിട്ട് വാങ്ങിക്കാറുണ്ട് കേട്ടോ. ചിലപ്പോ 30 രൂപ തന്നെ വാങ്ങും, ചിലപ്പോൾ 25 രൂപയ്ക്ക് വരും. ഗ്രീൻ പീസും മഷ്റൂമും കൂടെ നല്ല കറിയാണ്. ചിക്കൻ മസാലയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റിയ നല്ലൊരു കറിയാണ്. എൻ്റെ ബർത്ത്ഡേ ജനുവരി 29-നായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് വീഡിയോ ഇടാൻ കുറച്ച് നമ്മൾ വൈകിപ്പോയി. കാരണം എൻ്റെ ലാപ്ടോപ്പ് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നു. അപ്പോൾ അത് ഒന്ന് ഓക്കെ ആക്കി എടുക്കാൻ നമുക്ക് കുറച്ച് ദിവസം പിടിച്ചു. ഒരാഴ്ചയോളം എനിക്ക് ലാപ്ടോപ്പ് ശരിയാക്കണേൽ പോയി. അപ്പോൾ അതാണ് നമ്മുടെ വീഡിയോസ് എല്ലാം വരാൻ വൈകിയത്. അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങളെല്ലാം നമുക്ക് പുതിയതായിട്ടൊക്കെ സെറ്റ് ചെയ്യേണ്ടയും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് സെറ്റപ്പായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസ് എല്ലാം വൈകുന്നത് കേട്ടോ. പിന്നെ ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മൊബൈൽ ഷോപ്പിലേക്ക് കേട്ടോ. ചേട്ടനെ കൊണ്ടുവന്നിരിക്കുന്നത് ഞങ്ങളുടെ ഇവിടെയുള്ള മൊബൈൽ ഷോപ്പിലേക്കാണ്. അപ്പോൾ ഞങ്ങളിതാ ഇവിടുന്ന് മൊബൈൽ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൊബൈൽ 6-7 വർഷം എത്തിയ ഒരു മൊബൈലാണ്. അപ്പോൾ അതിപ്പോൾ കേടായി. അപ്പോൾ അതുകൊണ്ട് പുതിയത് വാങ്ങിച്ചോളം പറഞ്ഞാൽ അങ്ങനെ പുതിയതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ചിതാ വീട്ടിലേക്ക് എത്തി. അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന ഒന്നായിരിക്കും ഇന്ന് എന്ത് സമ്മാനമാണ് വാങ്ങിച്ചതെന്ന്. ഇന്നപ്പോൾ എനിക്ക് കിട്ടിയ സമ്മാനം എന്ന് പറയുന്നത് ആയതാ മൊബൈലാട്ടോ. മൊബൈലാണ് എനിക്ക് വാങ്ങിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഏത് മൊബൈലാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാ iPhone 15 ആണ് ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേക്കുള്ള എൻ്റെ ഗിഫ്റ്റ്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ ഇത് കടയിൽ തന്നെ വെച്ച് ഞങ്ങൾ അൺബോക്സൊക്കെ ചെയ്തു കേട്ടോ. കാരണം ആൽവിൻ്റെ ഇവിടെ ഉള്ളപ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ വേറെ ആരുടെയും ഹെൽപ്പ് ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ ആൽവിന് ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ ആൽവിനെ ശരിക്കും മിസ് ചെയ്യണം. അപ്പോൾ അവരോട് തന്നെ പറഞ്ഞു, അവർ തന്നെ എല്ലാം സെറ്റാക്കി തന്നു. ഇതിൻ്റെ മുകളിൽ ഗ്ലാസ് ഇടേണ്ടതൊക്കെ ഗ്ലാസ്സൊക്കെ ഇട്ട് തന്നു. പിന്നെ പുറകിലത്തെ കവർ നമുക്ക് ഫ്രീ ആയിട്ട് തരും കേട്ടോ ഒരു കടയിൽ നിന്ന്. അപ്പോൾ അങ്ങനെ കവർ ഫ്രീ ആക്കി അതങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാണ് എൻ്റെ iPhone 15. അപ്പോൾ സിമ്മൊക്കെ ചേഞ്ച് ചെയ്ത് ഒക്കെ എല്ലാം ഇട്ടൊക്കെ തന്നിട്ടുണ്ട്. എൻ്റെ പഴയ മൊബൈലിലുണ്ടായിരുന്ന സിം എടുത്ത് ഇതിനകത്തേക്കൊക്കെ ഇട്ട് സെറ്റ് ചെയ്തൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ iPhone ഒരു കടയിൽ നിന്ന് തന്നെ വർക്കിംഗ് ആക്കിയൊക്കെ തന്നു. പിന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ഉണ്ട്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്കങ്ങനെ ഒരുപാട് പറയാനൊന്നും അറിയില്ല. iPhone 15 സിമ്പിൾ 15 മാത്രം. ഇതിനകത്ത് പ്രോയോ മാക്സോ ഒന്നുമില്ല, സിംപ്ലി iPhone 15. പിന്നെ ഇതിൻ്റെ റേറ്റ് 89,900 ആണ് എന്നാണ് കടക്കാർ പറഞ്ഞത്. പക്ഷെ നമുക്ക് തന്നത് 80,000-നാട്ടോ. 80,000-ന് നമുക്ക് തന്ന ശരിക്കും പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ സ്കൂളിലെ പഠിച്ചുപോയ കുട്ടികളുടെ പാരൻസിൻ്റെ കടയാണ്. ഇപ്പോൾ അവർ പഠിക്കുന്നില്ല, പക്ഷെ അവർ മുൻപ് ഞങ്ങളുടെ എക്സ് സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ അവരുടെ പാരൻസിൻ്റെ കടയിൽ നിന്നാണ് നമ്മളിത് വാങ്ങും. അപ്പോൾ എപ്പോൾ ഞങ്ങൾ മൊബൈലിൻ്റെ ആവശ്യങ്ങളൊക്കെ എന്തുണ്ടെങ്കിലും ഈ കടയിൽ പോയാണ് വാങ്ങിക്കാറ്. പിന്നെ ഇതിനെപ്പറ്റി പറയാൻ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ iPhone 14 ഒക്കെ ഞാൻ ഉപയോഗിച്ചേക്കാളും ഒത്തിരി ലൈറ്റ് വെയിറ്റ് ആണത്. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് 512 GB ആണ്. അപ്പോൾ 256-ൻ്റെയൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. 256-ൻ്റെ നോക്കുമ്പോൾ അതിനകത്ത് സ്റ്റോറേജ് നമുക്ക് വളരെ കുറവായി തോന്നുമ്പോൾ അപ്പോൾ ആൽവിനോട് ഞങ്ങൾ കോൾ ചെയ്ത് ചോദിച്ചപ്പോൾ ആൽവിൻ പറഞ്ഞു 512 GB കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലത് അതാ. ഇത്തിരി രൂപ കൂടുതൽ കൊടുത്താലും അതാണെങ്കിൽ 70,000 ആയിരുന്നു. ഇതിപ്പോൾ 80,000-ന് തന്നേക്കണേ. അത് നമ്മൾ എടുക്കുകയായിരുന്നെങ്കിൽ 70,000. അപ്പോൾ 10,000-ൻ്റെ ഒരു ഡിഫറൻസ്. അപ്പോൾ ഇതുമ്പോൾ നമുക്ക് 512 GB ഉണ്ട്. അപ്പോൾ ഇനഫ് സ്റ്റോറേജ് ഉണ്ട് നമുക്ക്. പിന്നെ ലേഡീസ് ആവുമ്പോൾ എപ്പോഴും ഫോട്ടോസും വീഡിയോസൊക്കെ ഒരുപാട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും.
അത് മൊത്തത്തിൽ ലേഡീസിൻ്റെ ഒരു നേച്ചറാണ്. നമുക്കങ്ങനെ വേഗത്തിലൊന്നും കളയാൻ തോന്നില്ല. എന്നെ സംബന്ധിച്ചൊക്കെ എനിക്ക് അഞ്ജുവിൻ്റെയും ആൽവിൻ്റെയും ഒക്കെ ചെറുപ്പത്തിലെ ഫോട്ടോയും വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്കത് കൈകൊണ്ട് അങ്ങനെ ഡിലീറ്റ് ആക്കാൻ തോന്നില്ല. എത്ര വേണ്ടാന്ന് തോന്നിയാലും പിന്നെ ഞാനത് വേണ്ടാത്ത വീഡിയോ ആണെങ്കിൽ പോലും എന്നാലും വെക്കും. പിന്നീട് നമുക്ക് മെമ്മറി നമ്മുടെ അങ്ങനത്തെ അവരുടെ ഒരു ചൈൽഡിഷ് മെമ്മറി ഒക്കെ ഓർത്ത് വയ്ക്കാൻ നല്ലതല്ലേ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ ഗതി കെടുമ്പോൾ മാത്രം സ്റ്റോറേജ് ഇല്ലാണ്ടാകുമ്പോൾ മാത്രം കളയാറ്. അപ്പോൾ എന്തായാലും അങ്ങനെ മൊബൈൽ ഒരെണ്ണം വാങ്ങി. അപ്പോൾ ചേട്ടന് താങ്ക് യു. ബർത്ത്ഡേ ഗിഫ്റ്റ് അങ്ങനെ കിട്ടി. ബർത്ത്ഡേക്ക് ഇനി കൊണ്ടിട്ട് 2-3 ദിവസം. അപ്പോൾ 2-3 ദിവസം മുമ്പ് പോയി നമ്മൾ വാങ്ങിച്ചിരിക്കുന്നതാണത്. അങ്ങനെ സിമ്മൊക്കെ വർക്കിംഗ് ആയിട്ടുണ്ട്, സെറ്റായി വരുന്നു. അപ്പോൾ ഇതെടുത്തതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ പർപ്പസിനും കൂടെ ഉദ്ദേശിച്ചിട്ടോ. മറ്റേ iPhone 14 നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് എനിക്കത് ലാപ്ടോപ്പിലേക്ക് കോപ്പി ചെയ്യുന്ന സമയത്തൊക്കെ കുറച്ച് ടൈം എടുക്കാറുണ്ട്. അത് പ്രിപ്പയർ മോഡിൽ വരും. അത് കുറേ സമയം പ്രിപ്പയറിംഗ് ഒക്കെ കഴിഞ്ഞാണ് ഒന്ന് സെറ്റ് ആവുക. അപ്പോഴാണ് നമുക്ക് ലാപ്ടോപ്പിലേക്ക് അത് കോപ്പി ചെയ്ത് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേറെ പെട്ടെന്നൊരു വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനകത്തുള്ളൂ നമ്മുടെ മെയിൻ വീഡിയോ കാര്യങ്ങളൊക്കെ. അപ്പോൾ iPhone 15 എടുക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ വീഡിയോ കാര്യങ്ങളും ക്യാമറയ്ക്കൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ ആൽവിനോട് ഞങ്ങൾ ചോദിച്ചറിഞ്ഞ് അങ്ങനെ ആൽവിൻ്റെയും കൂടെ ഒപ്പീനിയൻ എടുത്തതിന് ശേഷമാണ് ഇത് വാങ്ങിക്കാമെന്ന് വെച്ചാൽ. പിന്നെ 15 Pro ഉണ്ട്, 15 Pro Max ഉണ്ട്. അതൊക്കെ പിന്നെയും റേഞ്ച് ഒത്തിരി കൂടി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്ര ഇതിലേക്കൊന്നും പോവാതെ ഇങ്ങനത്തെ വാങ്ങിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ, ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഇതാണ് ഇതിൻ്റെ കവറ്, പേപ്പറ്, ഇതിൻ്റെ ഗ്യാരണ്ടി പേപ്പർ കാര്യങ്ങളെല്ലാം ഇട്ടത്. പിന്നെ കളറുകൾ അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നില്ല സെലക്ഷന്. ഇതാണ് നമ്മൾ വാങ്ങിച്ചത്. ഗ്രീൻ, ഇതിൻ്റെ ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, വേറെ കളേഴ്സ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് കൂടുതലുണ്ടായിരുന്നത് ഗ്രീൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഗ്രീൻ എടുത്തേക്കണം. ഇനി നമുക്ക് ബർത്ത്ഡേ ദിവസത്തെ വീഡിയോ കാണാം കേട്ടോ. ഹായ് ഗൈസ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ന് മമ്മിയുടെ ബർത്ത്ഡേ ആണ്. സോ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പോകാൻ ഇറങ്ങുവാണ്. ഇത് മമ്മിയുടെ ഞങ്ങൾക്കിത് ക്ലാസ്സൊക്കെ ഉണ്ട് കേട്ടോ. ബർത്ത്ഡേക്കാണ്, പക്ഷേ ഇന്ന് വർക്കിംഗ് ഡേ ആണ്, ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ സ്കൂളിലേക്ക് പോകാനായിട്ട് ഇറങ്ങാണ്. സ്കൂളിൽ പോയി വന്നിട്ടാണ് നമ്മുടെ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ. ഇന്നത്തെ അഞ്ജുക്കായാലും ഓൾറെഡി റെഡിയായി. അഞ്ജുവിൻ്റെ യൂണിഫോം ആണെന്ന് വൈറ്റ് ആണ് ഇന്നത്തെ യൂണിഫോം. പിന്നെ തണുപ്പായതുകൊണ്ട് കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്കായാലും ഇന്ന് കളർ ഡ്രസ്സ് ഇടാവുന്ന ദിവസം വെഡ്നെസ്ഡേ ആണ്. അപ്പോൾ ഞങ്ങളും ഇതാ സ്കൂളിലേക്ക് പോകാൻ ഞാനും ചേട്ടനും അഞ്ചും എല്ലാവരും റെഡി ആയിട്ട് നിൽക്കണം. അപ്പോൾ ഇറങ്ങാൻ പോകുന്ന സമയത്ത് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബർത്ത്ഡേ വിശേഷങ്ങളായിട്ട് വീഡിയോ കാണാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ വന്നു. പിന്നെ എൻ്റെ ബർത്ത്ഡേ ഉണ്ടോ, അപ്പോൾ നമ്മൾ ഈവനിങ്ങിൽ എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇവരോട് ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് തുറക്കാൻ നമുക്ക് എന്നിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ കേക്ക് കട്ടിങ് ആണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി. അപ്പോൾ കേക്ക് കാണിക്കാം നിങ്ങളെ. കേക്ക് കട്ടിങ്ങിനുള്ള നല്ല അവിടെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കേക്ക്. ഇതും ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇത് ഏത് ഫ്ലേവർ കേട്ടോ? ബട്ടർ സ്കോച്ച് ആണോ? ബട്ടർ സ്കോച്ച് ആണ്. ഞാൻ അതെടുക്കാൻ മമ്മി അത് കൊണ്ടിച്ചു. ഹാപ്പി ബർത്ത്ഡേ എഴുതി എന്തി? അപ്പൊ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കേക്ക്. ചേട്ടന് ഇഷ്ടപ്പെട്ട് അഞ്ജലിയെ പറഞ്ഞത് മതി. ആണോ? അഞ്ജലിന്റെ സെലക്ഷൻ ആണ്. താങ്ക് യു. അപ്പൊ നമുക്കിനി കേക്ക് കട്ട് ചെയ്താലോ? കേക്ക് കട്ടിങ് നടത്താം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ മമ്മി, ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. അപ്പൊ കേക്ക് കട്ടിങ് നടത്തണ്ടേ? ദൈവമേ, താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. സ്പൂൺ എടുക്കട്ടോ. അപ്പൊ അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞു. ഇനി എന്താ സ്പൂൺ കൊണ്ടുള്ള പരിപാടി? സ്പൂൺ പിടിച്ചോ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു.
ഹാപ്പി ബർത്ത്ഡേ. ഇനി ഞാനെടുത്തരാം. നല്ല കേക്കാ, നല്ല കേക്കാട്ടോ, സൂപ്പർ. ബട്ടർ സ്കോച്ച് എനിക്ക് ഇഷ്ടമുള്ള ഫ്ലേവറും കൂടിയാണ്. ബട്ടർ സ്കോച്ച്, വാനില, അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ വാൻസോ കേക്കും എനിക്ക് ഇഷ്ടം കേട്ടോ. നേരത്തെ ഓർഡറൊക്കെ കൊടുക്കും. അപ്പൊ നമ്മളിനി കേക്ക് ഇങ്ങനെ നീക്കി വെച്ചാലോ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ആൽവിനെ ഞങ്ങൾ കുറേ മിസ് ചെയ്യണം കേട്ടോ. ആൽവിന ഇല്ലാണ്ട് ഭയങ്കര വിഷമമാണ്. ആൽവിനെ ഇപ്പോൾ വീഡിയോ കോൾ പോലും വിളിക്കാൻ പറ്റില്ല ഇപ്പോൾ ഈ സമയത്ത്. കാരണം ആൽവിൻ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഡ്യൂട്ടിയിലാണ്. അപ്പോൾ ഡ്യൂട്ടി സമയത്ത് നമുക്ക് കോൾ ചെയ്യാൻ പറ്റില്ല. ആൽവിൻ തന്നെ ഫ്രീ ആകുമ്പോൾ ഇങ്ങോട്ടേക്ക് വിളിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആൽവിൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കേക്ക് കട്ട് ചെയ്യേണ്ട താമസമുള്ളൂ. പകുതി കേക്കാക്കിയായിരുന്നു തന്നെ. പിത്തി എന്ന് പറഞ്ഞെടുത്ത് കഴിക്കും ആൽവിൻ. ഭയങ്കര സ്പീഡ് ആൽവിന്. കേക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ കഴിച്ചായിരുന്നു തന്നെ. അഞ്ചിനും കേക്ക് ഇഷ്ടം. രണ്ടുപേർക്കും ക്രീം കേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. 5 4 ഇപ്പോൾ ഇവിടെ ആരും ഇല്ലല്ലോ കൂടെ ഫൈറ്റ് ചെയ്യാൻ. ചേട്ടന് വേണ്ടി ഞാൻ എടുക്കുവാണ്. ഓക്കെ. ഇപ്പൊ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടുപേരും കൂടെ ഫൈറ്റ് ചെയ്ത് ആ പീസ് എനിക്ക്, ഈ പീസ് എനിക്ക്, ഫ്ലവർ എനിക്ക്, അതെനിക്ക്, ഇതെനിക്ക് എന്നൊക്കെ പറഞ്ഞ് പറക്കി ഒക്കെ എടുത്തായിരുന്നു. ഇങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ ഇത് മാം. ഈ പീസുകളൊക്കെ ഇതൊക്കെ അവർ രണ്ടുപേരും കൂടെ ഫൈറ്റിങ് ഇവിടെ നടന്നായിരുന്നേ. ഇപ്പൊ എന്തായാലും അപ്പൊ അതുകൊണ്ട് അങ്ങനെ വലിയ തിക്കും തിരക്കൊന്നും ഇല്ല. സാവധാനം എടുത്ത് കഴിക്കുന്നു. പക്ഷെ ചേട്ടൻ ഇല്ലാത്തോണ്ട് ഒരു കാര്യം കൂടെ ഉണ്ട്. അങ്ങനെ എടുക്കാൻ തോന്നണില്ല ഇപ്പൊ. അതൊരു ഫൈറ്റ് ചെയ്ത് എടുക്കാൻ ഒരു രസമുള്ളൂ. ഇപ്പൊ എടുക്കാൻ നോക്കണ്ടോ. എല്ലാം മിസ് ചെയ്യണേ ഞങ്ങള് ശരിക്കും പറഞ്ഞ. ഇനി നമുക്ക് ഫുഡ് എടുക്കാം. അപ്പൊ ഇത് എന്റെ വക മമ്മിക്കൊരു ഗിഫ്റ്റ്. താങ്ക് യു. എന്താ പോലും ഐറ്റം ഗിഫ്റ്റ് ഞാൻ കണ്ടു. സൂപ്പർ. അപ്പൊ എന്തായാലും ഗിഫ്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഒരു മിനിറ്റ്. ഇത് മമ്മിക്ക് സ്കൂളിൽ ഒരു ടീച്ചറാണ്. ടീച്ചറിന്റെ വക ഞാൻ കൊടുക്കുന്നു. ഓക്കെ, താങ്ക് യു. ഇതും ഒരു ടീച്ചർ. ഇത് ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൽ തന്നെയുള്ള പ്രീത ടീച്ചർ എന്താണ്. അപ്പൊ പ്രീത ടീച്ചറുടെ ഗിഫ്റ്റ് ആണിത്. അപ്പൊ ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പൊ പപ്പയുടെ ഗിഫ്റ്റ് മമ്മിക്ക്. അടിപൊളി. താങ്ക് യു ചേട്ടൻ. താങ്ക് യു അഞ്ജലി. താങ്ക് യു. ശരിക്കും പറഞ്ഞാൽ എന്റെ വക അല്ല, പക്ഷെ പപ്പയുടെ വകയാണ്. എനിക്ക് താങ്ക് യു പറയേണ്ട ആവശ്യം. അഞ്ജുവിന്റെ ഗിഫ്റ്റ് എന്റെ വകയാണ്. താങ്ക് യു. അപ്പോൾ നമുക്കിനി ഓരോന്നോരോന്നായിട്ട് ഇത് ഞാൻ ഓൾറെഡി നിങ്ങളെ അൺബോക്സ് ചെയ്ത് കാണിച്ചേക്കുന്നതാണ്. ബാക്കിയുള്ള ഐറ്റംസ് നിങ്ങളെ അൺബോക്സ് ചെയ്ത് കാണിക്കാം. ഇത് കത്തിച്ച് കഴിഞ്ഞാൽ മണം വരുന്ന നല്ല സ്മെല്ലെന്ന് പറഞ്ഞത്. നല്ലൊരു ഫ്ലേവറാണ്. കറുകപ്പട്ടയുടെ ആ ഒരു ഫ്ലേവർ ഉണ്ട് ഇതിന്. റൂം മൊത്തം ടീച്ചർ ഞാൻ പറഞ്ഞ നല്ല സ്മെല്ലുണ്ടാവും ഇതിന്. റൂം മൊത്തം ഇത് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ ഇത് കത്തിക്കുമ്പോഴൊക്കെ ടീച്ചർ ഓർത്തോളൂ എന്ന് പറഞ്ഞേക്കണം. അപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ താങ്ക് യു. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് എനിക്ക് ആഷ്ന ടീച്ചർ എന്താണ്. അപ്പോൾ ടീച്ചർക്ക് താങ്ക് യു. എന്റെ സ്റ്റാഫ്. ഇത് നമ്മുടെ പ്രീത ടീച്ചർ എന്നതാണ് കേട്ടോ. പ്രീത ടീച്ചർ എന്ന ഗിഫ്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാം. പൊട്ടിച്ച് സഹായിച്ചിട്ടുണ്ട്. എനിക്ക് വയ്യ എന്റെ ദൈവമേ. ഇതാണ് നമ്മുടെ പ്രീത ടീച്ചറുടെ ഗിഫ്റ്റ്. സൂപ്പർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ ഇടയ്ക്കിട്ട് പറയാറുണ്ട് ടീച്ചറുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ബാഗ് കാണാറുണ്ട്. അപ്പം ഞാൻ പറയാറുണ്ട് ഇത് നല്ല ഭംഗിയുണ്ട്, നല്ല ഒരുപാട് ചെയിൻസ് ഒക്കെയുള്ള അങ്ങനെ ഒത്തിരി കള്ളികളൊക്കെയുള്ള ബാഗാണ്. അപ്പോൾ അത് ടീച്ചർ ഉപയോഗിക്കണമെന്ന് ഞാൻ പറയാറുണ്ട്. ടീച്ചറുടെ കയ്യിലൊരു കോഫി പൗഡർ കളറുണ്ട്. അപ്പം ഞാനിപ്പോഴും പറയാറ് നല്ല ബാഗാട്ടോ. അപ്പോൾ പറഞ്ഞപ്പോൾ ടീച്ചർ സെയിം ഇതാ എനിക്ക് മനസ്സിലാക്കണം. സൂപ്പറാണ്. അപ്പൊ പ്രീത ടീച്ചർക്ക് താങ്ക് യു. അതെ, കറക്റ്റ് ഓർത്ത് ടീച്ചർ വാങ്ങി. ഇതിനകത്തൊക്കെ പേപ്പറുകൾ നിറച്ച് വെച്ചേക്കാണ്. അപ്പൊ 1 2 3 4 ചെയിൻ ഉണ്ട് കേട്ടോ അതിന്. അടിപൊളി. നല്ല സ്പേസ് ഉള്ള ടീച്ചർ ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് ഒരുപാട് ഐറ്റംസ് വെക്കാം. പ്രത്യേകിച്ച് ലേഡീസൊക്കെ നമ്മൾ ബാഗ് നോക്കുമ്പോൾ, ബാഗൊക്കെ വാങ്ങിക്കുമ്പോൾ ഏറ്റവും ആദ്യം നോക്കാം ഒത്തിരി കള്ളികളൊക്കെ ഉണ്ട് അതിനകത്ത്, ഒത്തിരി ചെയിൻസ് ഉണ്ടോ എന്ന്. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനത്തെ ഉണ്ടോ കൂടുതൽ ഇഷ്ടം. അപ്പൊ എന്തായാലും അങ്ങനെ തന്നെ കിട്ടി. അപ്പൊ താങ്ക് യു. ഇത് അഞ്ജുവിന്റെ വക ഗിഫ്റ്റ്. അഞ്ജുവിന്റെ ഗിഫ്റ്റ് എന്താ?
ഇതൊക്കെ അഞ്ചിന്റെ സെലക്ഷൻ ആട്ടോ. അന്നേരം ഞങ്ങൾ പോയി മേടിച്ചതാണ്. 5 ചേട്ടനും കൂടെ പോയി വാങ്ങിച്ചതാ. എന്നോട് പറഞ്ഞൊന്നുമില്ല, സൂത്രത്തിൽ ഒരു പോയി വാങ്ങിച്ചൊപ്പിച്ചത് കേട്ടോ. അടിപൊളി സൂപ്പർ സ്വെറ്റർ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക്? ഇതാണ് 5ന്റെ ഗിഫ്റ്റ്. എങ്ങനെയുണ്ട് സ്വെറ്റർ? അടിപൊളി സ്വെറ്റർ, നല്ല അടിപൊളി. നെറ്റ് കാണിക്കണോ? നല്ലതാ, നല്ല സ്വെറ്റർ, ഇഷ്ടായി. നല്ല സ്മൂത്ത് ആയിട്ടുള്ള, സ്മൂത്ത് ആൻഡ് സോഫ്റ്റ്, അടിപൊളി. തണുപ്പ് കാലത്ത് ഇപ്പൊ ഞങ്ങൾക്കൂടെയൊക്കെ സ്വെറ്റർ വേണം. ഇപ്പതേ ഞങ്ങൾ ഹീറ്റർ കൂടെ ഓണാക്കി വെച്ചേക്കാട്ടോ. ഹീറ്റർ ഓണാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് അത്രയും വലിയ പ്രശ്നമില്ല. പിന്നെ ഞാൻ ബർത്ത്ഡേക്ക് കേക്കൊക്കെ കട്ട് ചെയ്യുന്നുള്ളൂ, നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നുള്ളൂന്ന് ചോദിച്ചാൽ ഞാൻ സ്വെറ്റർ എടുത്ത കേട്ടോ. അല്ലെങ്കിൽ സ്വെറ്റർ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല, ഹീറ്ററൊക്കെ ഓണോടെ. അപ്പോൾ അതാണ് നമ്മുടെ ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങും ഗിഫ്റ്റ് വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഹോട്ടലിലൊക്കെ പോകാമെന്ന് ഓർത്തു. പക്ഷേ ഹോട്ടലിൽ പോകാൻ പറ്റിയൊരു കണ്ടീഷനല്ല, ഞങ്ങൾക്കൂടെയൊക്കെ റോഡ് പണി നടക്കണം. അപ്പോൾ അതിനെ കൊണ്ട് നമുക്ക് വണ്ടിയൊന്നും കൊണ്ട് പുറത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. 2 വീലർ നോ പ്രോബ്ലം, 4 വീലറും കൊണ്ട് പുറത്തേക്കൊക്കെ ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് ഓർഡർ കൊടുത്ത് അങ്ങനെ പാഴ്സൽ വരുത്തിച്ചേക്കാണ്. ചോറ് ഞാൻ ഇവിടെ തന്നെ കുക്ക് ചെയ്തു, കറി നമ്മൾ ഓർഡർ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങൾ ഇന്ന് കഴിക്കാൻ പോകുന്നത്. നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്താലോ? ടേബിളിൽ അറേഞ്ച് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കാനുള്ള ടേബിളൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഫുഡ്. ഇന്നത്തെ നമ്മുടെ റൈസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി. പിന്നെ ഇത് ബട്ടർ ചിക്കൻ, ഇത് നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിപ്പിച്ചത് കേട്ടോ. പിന്നെ ഇതിൻ്റെ പേരെന്താ? തന്തൂരി. ഓക്കെ, തന്തൂരി ചിക്കൻ. ഇത് നമ്മൾ ഓർഡർ കൊടുത്ത് വരുത്തിച്ചതാണ്. ഇതിൻ്റെ കൂടെ കുറേ സവോള അവരിതാ ഈ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞങ്ങൾ മാറ്റി വെച്ചേക്കാം, കാരണം ഓവറായിട്ടുണ്ട്, ഒരുപാട് സവോള. പിന്നെ ഇത് നമ്മുടെ ബീൻസ് തോരൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഉച്ചക്കാലത്തേക്ക് ലഞ്ചിന് വേണ്ടി വെച്ചതാണ്. അപ്പോൾ അത് ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അങ്ങനെ എടുത്ത് വെച്ചത്. ഇത് പാലക് പനീർ, ഇത് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയതാണ് ഞങ്ങളുടെ ടിഫിനിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ അതും ഒരു ശകലം ബാക്കി. പിന്നെ ഇത് നമ്മുടെ പിക്കിൾ. ഇത് പിക്കിൾ എന്ന് പറഞ്ഞാൽ മുളകിൻ്റെ കേട്ടോ, മുളകിൻ്റെ അച്ചാറാണിത്. ഇവിടുത്തെ UP പിക്കിളാണ്. ഇത് വാങ്ങിച്ചതാട്ടോ, ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, ഇത് വാങ്ങിയത്. അങ്ങനെ പിക്കിൾ. പിന്നെ ഇത് നമുക്ക് അവർ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ തരുമ്പോൾ അവർ അതിൻ്റെ ഒപ്പം തരും കേട്ടോ, സവോള. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കൊച്ചു ഐറ്റംസ്. അപ്പോൾ ഇതൊക്കെ കൂട്ടി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാം. പിന്നെ ഞങ്ങളുടെ ബർത്ത്ഡേ ഫുഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. തുടങ്ങാം. അഞ്ചു എടുത്തു, വിളമ്പി തരണോ? അപ്പോൾ നമ്മുടെ വീഡിയോ ഒത്തിരി വൈകിപ്പോയതിന് എല്ലാവരോടും ക്ഷമ ചോദിക്കുക കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ലാപ്ടോപ്പ് ഇടയ്ക്ക് വെച്ചൊന്ന് കേടായി. പിന്നെ അതെല്ലാം ഒന്ന് ഓക്കെ ആയി, എല്ലാം റെഡിയായി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 2 ദിവസത്തേക്ക് ഇവിടെ വീട്ടിൽ നെറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നെറ്റ് കണക്ഷനും പോയി കിടക്കായിരുന്നു. അപ്പോൾ ആ ഒരു പ്രോബ്ലം എല്ലാം കൂടെ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ദിവസം വൈകിപ്പോയത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പറ്റുന്ന പോലെ വേഗത്തിൽ വീഡിയോസൊക്കെ ഇടാൻ നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ സഹകരണത്തിനും ഒത്തിരി താങ്ക്സ്. പിന്നെ നിങ്ങൾ ഫുഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഫുഡ് എന്തായാലും നല്ല ഫുഡായിരുന്നു. നമ്മൾ ഓർഡർ കൊടുത്ത കറിയും അതുപോലെ തന്നെ തന്തൂരി ചിക്കനൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഞങ്ങളതൊക്കെ കൂട്ടി അങ്ങനെ ഞങ്ങളുടെ സിമ്പിൾ ബർത്ത്ഡേ ഫുഡ് ഇതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് എങ്ങനെയുണ്ട്? അഞ്ജുവിൻ്റെ ഫേവറേറ്റ് ഐറ്റംസ് ആണ് ബട്ടർ ചിക്കൻ, പിന്നെന്താ തന്തൂരി ചിക്കൻ. ആൽവിനും കൂടെ വേണമായിരുന്നു, എന്ത് ചെയ്യാനാ. ഇന്നത്തെ വളരെ സിമ്പിൾ ഫുഡായിരുന്നെങ്കിലും എല്ലാം നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ 3 പേരും കൂടെ ഒരുമിച്ച് ഫുഡൊക്കെ കഴിക്കാനിരിക്കുകയാണ്. ഒരുപാട് മിസ് ചെയ്തു ആൽവിനെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ആൽവിനില്ല, ഞങ്ങൾ 3 പേരും മാത്രമായിട്ട് അങ്ങനെ ബർത്ത്ഡേ നീങ്ങുന്നു. അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കണം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ലോഗ്സ് ഉള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത്. എങ്കിലും പുതിയ വീഡിയോസൊക്കെ ഞാനിടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. Bye bye.